അച്ഛാ, ആ നീ എന്നെത്തി? ഇന്ന് രാവിലെ. മഹേഷിന്റെ വിവരമൊക്കെ അറിഞ്ഞില്ലേ? നാട്ടിൽ വെച്ചെന്ന് പറഞ്ഞു, പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. ഇത്രയോടാ മനുഷ്യന്റെ കാര്യം. കണ്ണടച്ചു തുറക്കണ സമയമേ ഉള്ളൂ. സത്യത്തിൽ എന്തോ ഉണ്ടായത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമയമെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് തോന്നും. അല്ലെ പിന്നെ കേൾക്കാൻ തൂക്കായ മലയുടെ മുകളിൽ കയറി വണ്ടി ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആര് വണ്ടി ഓടിച്ചെന്ന്? മഹേഷ് തന്നെ. ഏതാണ്ട് അഡ്വഞ്ചറസ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി ഓടിച്ചതാ. മക്കച്ചാൻ എന്നതായി പറയുന്നത്? ഡ്രൈവിംഗ് അറിയാത്ത ആളെങ്ങനെ വണ്ടി ഓടിക്കുന്നത്? എന്നതായി പറയുന്നത്? എന്നോട് ക്ഷമിക്കണം. ഇത്രയും ദിവസം വിജയ് വീട്ടിലുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്തുപോലുമില്ല. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്കറിയാം അങ്ങനെ പറയുമെന്ന്. അത് വിജയുടെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷേ എനിക്കൊരു കുറ്റബോധം തോന്നി. അതുകൊണ്ട് ഇതൊക്കെ ഒരുക്കിയത്. താങ്ക് യു. ഇരിക്ക്. ഷീറ്റ് വിരിക്കാൻ വേണ്ടി മുറി കയറിയപ്പോ ക്യാമറ ഇരിക്കുന്നത് കണ്ടു. ക്ലീൻ ചെയ്ത് വെക്കാന്ന് കരുതി എടുത്തതാ. ഇപ്പൊ ഇതിന്റെ വില എന്റെ ജീവനേക്കാളും വലുതാ. അത് സാരമില്ല, വിജയന് വേണമെങ്കിൽ എടുത്തോളൂ. വേണ്ട. കഴിക്കേ. ക്യാമറയിൽ ഫിലിം ഉണ്ടായിരുന്നു. ഞാനത് ഡെവലപ്പ് ചെയ്ത് പ്രിൻസ് എടുത്തു. എല്ലാം നല്ല ഫോട്ടോസ്. ഓരോ ഫോട്ടോയും ഓരോ കഥ പറയും. ഇത് കണ്ടോ, ചിലന്തി അതിന്റെ ഇരയെ പിടിക്കാൻ എന്ത് മനോഹരമായിട്ടാണ് വല കെട്ടുന്നത് അല്ലേ? ഇനിയുണ്ട്. നോക്ക്. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. ഓരോ ചിത്രവും ജീവനുള്ളതുപോലെ തോന്നും അല്ലേ? ക്യാമറ എന്നും മഹിയുടെ ആത്മസുഹൃത്തായിരുന്നു. ഇന്ന് വരെ ചതിച്ചിട്ടില്ല. കഴിക്കേ. ഗുഡ് നൈറ്റ്.
ഇവിടെ വന്നിങ്ങനെ സ്വപ്നം കണ്ട് കിടക്കാണോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എന്തേ? എന്തോ എന്റെ മനസ്സിനാകെ ഒരു സന്തോഷം തോന്നുന്നു. ഒരു മഴ പെയ്തൊഴിഞ്ഞതുപോലെ. കൂട്ടുകാരൊക്കെ വിളിച്ച് ഒരു പാർട്ടി കൊടുത്താലോ? എന്തു പറയുന്നു? ആ, അത് നല്ലതാ. വീണയ്ക്ക് ഒരു റിലീഫ് ആവും. പക്ഷേ എന്നെ കൊണ്ട് തനിയെ പറ്റില്ല. വിജയ് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഷുവർ. താങ്ക് യു. ആ പിന്നെ പാർട്ടിയിൽ വിജയന് ഒരു സർപ്രൈസ് കൂടി ഉണ്ടാവും കേട്ടോ. അത് പിന്നെ ഞാൻ പറഞ്ഞു. എനിക്കറിയാം നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ഈ പാർട്ടി ഇപ്പൊ എന്തിനാണെന്ന്. ഞാൻ വീണ്ടും വിവാഹിതയാകാൻ തീരുമാനിച്ചു. ഈ മൗനം ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? അനുകൂലമാണെന്നാണോ അതോ സമ്മതമല്ലെന്ന് അറിയിക്കാനോ? അനുകൂലിക്കുന്നവർക്ക് എന്റെ താങ്ക്സ്. അല്ലാത്തവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. കത്രീന ചേച്ചി ഒരിക്കൽ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നീട് ഞാൻ ആലോചിച്ചു നോക്കി. ചേച്ചി പറഞ്ഞതാണ് ശരിയെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത്. ഈ പാർട്ടി കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോ വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കാൻ ആരെങ്കിലുമൊക്കെ കാണും. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, മകൻ, മകൾ, അങ്ങനെ ആരെങ്കിലുമൊക്കെ. പക്ഷെ എനിക്ക് ഈ വീടും കുറെ ഓർമ്മകളും മാത്രമാണുള്ളത്. എനിക്കാരുമില്ല. ആരും. I'm alone. Congratulations. എല്ലാവരും കൈയടിച്ച് സമ്മതിച്ച നിലയ്ക്ക് കല്യാണച്ചക്കൻ ആരും കൂടി പരസ്യമായിട്ട് അനൗൺസ് ചെയ്യണം. നിങ്ങളെല്ലാവരും അടുത്തറിയുന്ന ആളാണ്. മനസ്സ് നിറച്ച് സ്നേഹമുള്ള ആളാണ്. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ ആളുടെ പേരങ്ങ് പറഞ്ഞൂടെ? വിജയകൃഷ്ണൻ. എന്താ ഇതിന് തരിച്ചു നിൽക്കണേ? കൺഗ്രാറ്റുലേഷൻസ്. Congratulations. Thank you.